ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കറുവത്തോണ്ട് തന്നെയാണ്. പക്ഷേ നാടൻ വിഭവം എന്നല്ല ഉണ്ടാക്കണേ. കറുവത്ത് വെച്ചിട്ട് നമ്മൾ ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കില്ല, നമ്മൾ ഉരുളക്കിഴങ്ങ് വെച്ചിട്ട് നമ്മൾ ബ്രോസ്റ്റിനൊക്കെ കിട്ടും നമുക്ക് ഉരുളക്കിഴങ്ങ് പൊരി, അത് ഉണ്ടല്ലേ, അത് ഉണ്ടാക്കലില്ലേ, അതുപോലെ തന്നെ നമുക്ക് കറുവത്ത് വെച്ചിട്ടും ഉണ്ടാക്കാം കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടാവും, കറുവത്താന്നൊന്നും തോന്നില്ല. അപ്പോൾ നമുക്കതെങ്ങനെ റെഡിയാക്കാൻ നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കറുവത്തിൻ്റെ തൊലിയൊക്കെ കളയുക, എന്നിട്ട് അതിൻ്റെ കുരുവൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി എടുക്കുക. എന്നിട്ട് നമുക്കിതുപോലെ നമ്മൾ ഉരുളക്കിഴങ്ങ് നമ്മൾ കട്ട് ചെയ്യില്ല ഫ്രഞ്ച് ഫ്രൈസിന് വേണ്ടിയിട്ട്, അതേപോലെ തന്നെ പറ്റുന്നിടത്തോളം അതേ ഷേപ്പിൽ തന്നെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. പിന്നെ നല്ല കനത്തിലെടുക്കണ്ട, എന്നാൽ പറ്റ കനം കുറച്ചെടുക്കണ്ട. ഞാനിത് അരിഞ്ഞ് കഴിഞ്ഞിട്ടോട്ടെ കേൾക്കണത്, അതാണ് സുഖം. ഇല്ലെങ്കിൽ എന്താണെന്നറിയാം, നമ്മൾ ഇങ്ങനെ ഇത് അരിയുമ്പോൾ ഇങ്ങനെ ഒരിങ്ങനെ വെഴുക്കി ഇങ്ങനെ പോകും. നമുക്കൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം വെക്കുക തിളപ്പിക്കാൻ. എന്നിട്ട് അത് തിളച്ച് വരുമ്പോൾ അതിലേക്ക് ഉപ്പിട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ അരിഞ്ഞെടുത്ത കറുവത്തില്ലേ അത് ഇട്ട് കൊടുക്കുക. എന്നിട്ട് 2 മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതി. ഒരുപാട് നേരം വെച്ച് വെന്ത് പോവരുത്. 2 മിനിറ്റ് ഒന്ന് വേവിച്ചെടുത്താൽ മതി. എന്നിട്ട് പിന്നെ നമുക്ക് അതിൽ നിന്ന് കോരി എടുക്കാം. ഇതുപോലെ ഒന്ന് വെള്ളം ഒന്ന് വാർത്തെടുത്താൽ മതി. എന്നിട്ട് നമുക്കൊരു പാത്രത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ ആദ്യം ഇട്ട് കൊടുക്കുന്നത് മുളക് പൊടിയാണ് കേട്ടോ. അപ്പോൾ ചെറിയ സ്പൂണിൽ കുറച്ച് മുളകും പൊടി, പിന്നെ കുരുമുളക് പൊടി ഇട്ട് കൊടുത്തു. പിന്നെ അതുപോലെ കുറച്ച് മഞ്ഞൾപ്പൊടി, വല്ലാണ്ട് വേണ്ട, കുറച്ച് മതി. ഇതിക്ക് വേണ്ടത് കോൺഫ്ലവറാണ്. അപ്പോൾ ഞാൻ 4 ടേബിൾ സ്പൂണോളം കോൺഫ്ലവർ എടുത്തിട്ടുണ്ട്. വലിയ സ്പൂണിൽ 4 സ്പൂണ്. പിന്നെ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കേണ്ടത്. നമ്മൾ കറുവത്തിൽ ഉപ്പുണ്ടോ നോക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി, ഇല്ലെങ്കിൽ ഉപ്പ് കയറിപ്പോകും. കുറച്ച് നുള്ളി ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് നല്ലോണം ഒന്ന് എല്ലാം കൂടെ ഒന്ന് മിക്സാക്കി എടുക്കുക. വേണ്ട മസാലപ്പൊടികളും ഇതൊക്കെ നമ്മളെ കറുവത്തുമ്പോൾ ആക്കിയെടുക്കുക. അപ്പോൾ ഇത് മസാലപ്പൊടിയൊക്കെ ഇടാൻ തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ എണ്ണ ചൂടാക്കാൻ വെച്ചാൽ മതി. അപ്പോൾ ഞങ്ങൾക്ക് അപ്പം തന്നെ പൊരിച്ചെടുക്കുക, വെക്കൊന്നും വേണ്ട, അങ്ങനെ കൂട്ടിയൊന്നും വെക്കൊന്നും വേണ്ട. അപ്പോൾ എണ്ണ ചൂടായി വരുമ്പോൾ നല്ലോണം ഒന്ന് പൊരിച്ചെടുത്താൽ മതി. അപ്പോൾ അത് എണ്ണ ചൂടായി വന്ന് ഞാനതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പെട്ടെന്ന് പൊരിയാനും ഉണ്ട്, എളുപ്പമാവും ചെയ്യും കേട്ടോ. കുറേ നേരം ഇടാനൊന്നുമില്ല, ഒന്നിങ്ങനെ മുരിഞ്ഞ് വരുമ്പോൾ എടുത്താൽ മതി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഈസി ആയിട്ട് നമുക്ക് റെഡിയാക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക, എല്ലാവർക്കും ഇഷ്ടമാകും. ചൂട് കൊടുക്കണേ തന്നെ കുറച്ച് തൂമും കെച്ചപ്പൊക്കെ ഉണ്ടാക്കി, ടൊമാറ്റോ കെച്ചപ്പൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കൂട്ടി കഴിക്കണമെങ്കിൽ അടിപൊളിയാണ് കേട്ടോ. അല്ലാതെ തന്നെ കഴിക്കാൻ രസമുണ്ട്, അതും കൂടി കൂട്ടി കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം.